ഏറ്റവും പുതിയ വിവരങ്ങളുമായി കൽപ്പറ്റയിലെ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ദീപക് തർമണം നമുക്കൊപ്പം ചേരുന്നു. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള ദൃശ്യങ്ങൾ കൂടി 24-ന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ്, ഹെലികോപ്റ്റർ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ കാര്യങ്ങൾ വനഭാഗത്ത് തിരയുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദീപക് തർമണം നമുക്കൊപ്പം ചേരുന്നു. ദീപക്, താങ്കൾക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം. എന്തൊക്കെയാണ് കൂടുതൽ അപ്ഡേറ്റ്സ് ഇതിൻ്റെ? SKN അതിസാഹസികമായ ഒരു ദൗത്യം ഇന്ത്യൻ സേനയും കേരള പോലീസിൻ്റെ SOGയും നടത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതായത് ഇന്ന് ഹെലികോപ്റ്റർ സോട്ടിയിലൂടെ ഇതുവരെ കണ്ണെത്താത്ത, ഇതുവരെ പരിശോധന നടക്കാത്ത മോസ്റ്റ് ക്രിട്ടിക്കൽ ടെറൈനിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതായത് സൂചിപ്പാറയ്ക്കും അപ്പുറം സൺ വ്യൂവിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത ചാലിയാറിൻ്റെ ഏറ്റവും അപകടകരമായ മേഖല, കാട്ടിലുള്ള മേഖല. ഈ മേഖല SOGക്ക് കുറച്ച് പരിചിതമാണ്. കാരണം നക്സൽ മാവോയിസ്റ്റ് ഓപ്പറേഷൻ്റെ ഭാഗമായി ആ സ്ഥലത്തേക്കാണ് ആർമിയുടെ കഥക് കമാൻഡോസ് എന്ന് പറഞ്ഞാൽ കശ്മീരിലെ വാലികളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമാൻഡോസാണ് അവർക്ക് മൗണ്ടൻ വാർഫെയർ അറിയാം. അവർ കൃത്യമായി പർവ്വതനിരകളിലെ യുദ്ധങ്ങൾ പരിശീലനം ചെയ്ത കമാൻഡോസാണ്. ഇവർ 6 പേരും നമ്മുടെ കേരള പോലീസിൻ്റെ SOGയുമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവർ ALH, അതായത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഡ്വാൻസ് ലൈറ്റ് വെയ്റ്റ് ഹെലികോപ്റ്ററാണ്. ഈ ലൈറ്റ് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ, ഏത് വെതറിലും ഏത് ടെറൈനിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണിപ്പോൾ സൂചിപ്പാറ മേഖലയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പോയിക്കൊണ്ട് അവരെ അവിടെ ഇറക്കിക്കൊണ്ട് ഈ പാരച്യൂട്ട് ക്ലൈംബിംഗ് നടത്തിക്കൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ സംഘത്തിൽ നിന്നും വിവരം ലഭിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ ആദ്യം പ്രേക്ഷകർ കാണുന്നത് 24-ലാണ്. ഈ സോട്ടിയുടെ ദൃശ്യങ്ങൾ, ഈ ALH വിമാനത്തിൽ ഹെലികോപ്റ്ററിലുള്ള ഈ പരിശോധനയുടെ ദൃശ്യങ്ങൾ. ഏതായാലും ഇന്ന് പരിശോധനയുടെ നിർണായക ഘട്ടമാണ്. കാരണം ഇന്ന് ഈ ആർമിയുടെ കമാൻഡോകൾ ചേർന്നുകൊണ്ടുള്ള പരിശോധന, ഇതുകൂടാതെ ക്രിട്ടിക്കൽ പരിശോധനാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ നേരിട്ട് നിരീക്ഷണം നടത്തുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് അയക്കും. നാളത്തെ ക്യാബിനറ്റിൽ നിർണായകമായ വയനാട് കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. അതിൽ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രാഥമികമായ തീരുമാനം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഓക്കെ, ദീപക് തർമണമാണ് വിവരങ്ങൾ നൽകിയത്. ഹെലികോപ്റ്റർ നിരീക്ഷണത്തിലൂടെ തെരച്ചിൽ നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ട്രെയിൻഡ് ആയിട്ടുള്ള നമ്മുടെ സൈനികരാണ് അന്വേഷണം നടത്തുന്നത്. കമാൻഡോസും ഈ കേരള പോലീസിൻ്റെ മാവോവിരുദ്ധ സേനയും കൂടി ഇതിൽ ചേരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ. ഈ ദൗത്യ സംഘം ഇപ്പോൾ സൂചിപ്പാറയിലാണുള്ളത്. സൂചിപ്പാറയിൽ നിങ്ങൾക്കറിയാം, കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിൽ 3 പേര് കുടുങ്ങിപ്പോയ സംഭവം നിങ്ങൾ കണ്ടതാണ്. വലിയ വെള്ളക്കെട്ട് ഉള്ള സ്ഥലമാണ്, വലിയ വെള്ളച്ചാട്ടമാണ് സൂചിപ്പാറ. അതിന് സമീപമുള്ള വനത്തിലാണ് ഇപ്പോൾ അവർ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാപകമായ തെരച്ചിലാണ്. സൺറൈസ് വാലിയിൽ നടക്കുന്ന തെരച്ചിലിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നിലമ്പൂർ നിന്ന് സമീർ ബിൻ കരീം കൂടി നമുക്കൊപ്പം ചേരുന്നു. നിലമ്പൂരിലൊക്കെ തന്നെ ഈ സൈന്യം ഈ വനത്തിൻ്റെ ഉള്ളിൽ തെരച്ചിൽ നടത്തുമെന്നാണ് അറിയുന്നത്. ചാലിയാർ പുഴയുടെ തീരത്തുള്ള വനത്തിലും